കാണാൻ പറ്റാത്തത് കണ്ട് എന്നും ക്യാമറയിൽ പകർത്തി എന്നും കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിയുടെ സ്റ്റാഫ് അവരെ തടഞ്ഞു എന്നും ഭാര്യ ബിന്ദു മേനോൻ പത്രമാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. കെ.ബി. ഗണേഷ് കുമാറിനെയും മഹാത്മാഗാന്ധിയെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിലൂടെ രാഷ്ട്രപിതാവിനെയും ഈ രാജ്യത്തെയും അദ്ദേഹം പൊതുമധ്യത്തിൽ വെറുപ്പുണ്ടാക്കിയിരിക്കുകയാണ്. 112 വിളിക്കുന്ന ആളുകൾക്ക് സ്ത്രീകൾക്ക് വട്ടാണെന്ന്, സഹായം അഭ്യർത്ഥിക്കുന്ന സ്ത്രീകൾക്ക് വട്ടാണെന്ന് പറയുന്നത് ആരാ? ഒരു കേരളത്തിന്റെ മന്ത്രിയാ. നമസ്കാരം. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം മുമ്പ് ഒരു ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പരസ്ത്രീ ബന്ധമുണ്ടെന്നുള്ള ആരോപണമാണ് ഭാര്യ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. മന്ത്രി അതിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അത് വലിയ വിവാദം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങളിൽ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഏറ്റവും അവസാനം LDFന്റെ നേതാക്കൾ ഇടപെടുകയും പിന്നീട് ആ പരാതി ഭാര്യ നൽകുന്നില്ല എന്നുള്ള തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാറിനെതിരായിക്കൊണ്ട് കോഴിക്കോട് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് DCC ജനറൽ സെക്രട്ടറി ഷാജർ റാഫത്ത്. മന്ത്രി രാഷ്ട്രപിതാവിനെ അപമാനിച്ചതുൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം DCC ജനറൽ സെക്രട്ടറി ഷാജർ റാഫത്ത് ഉണ്ട്. ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ വിഷയം അവസാനിച്ചു എന്നാണ് LDF പറയുന്നത്. പക്ഷെ ഇപ്പം പോലീസിലടക്കം പരാതി നൽകിയിരിക്കുകയാണ്. എന്താണ് ഈ പരാതിയിലേക്ക് നയിച്ച സാഹചര്യം? ഞാനിപ്പം സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ടു. അദ്ദേഹത്തിന് പരാതി സമർപ്പിച്ചു. അദ്ദേഹം കൈപ്പറ്റി റെസീറ്റും തന്നു. എന്തിനാണ് ഞാൻ പരാതി നൽകിയത്? അത് കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിയുടെ ഭാര്യ പത്രക്കാരോടാ പറഞ്ഞിരിക്കുന്നത്. എന്താ പത്രക്കാരോട് പറയുന്നത്? അവരനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ, അവരനുഭവിക്കുന്ന വിഷമങ്ങൾ, ഇതെല്ലാം പൊതുസമൂഹത്തോട് പറഞ്ഞത് എന്താ? ഞാൻ കെ.ബി. ഗണേഷ് കുമാർ മന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് പരസ്ത്രീ ബന്ധം നടത്തുന്നു എന്ന വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരവിടേക്ക് കടന്നു ചെന്നപ്പോ കാണാൻ പറ്റാത്തത് കണ്ട് എന്നും ക്യാമറയിൽ പകർത്തി എന്നും കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിയുടെ സ്റ്റാഫ് അവരെ തടഞ്ഞു എന്നും കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിയുടെ സ്റ്റാഫ് അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുമാണ് കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ പത്രമാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. ഉടനെ തന്നെ പൊതുഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ.ബി. ഗണേഷ് കുമാർ വന്ന് പത്രമാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് എന്താ? അത് അദ്ദേഹത്തിന്റെ തികച്ചും സ്വകാര്യമായ കാര്യമാണെന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പല രീതിയിലുള്ള പ്രണയങ്ങളുണ്ട് എന്നാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് എന്താ? നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് പ്രണയമുണ്ട് എന്നാ. കെ.ബി. ഗണേഷ് കുമാറിനെയും മഹാത്മാഗാന്ധിയെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കെ.ബി. ഗണേഷ് കുമാറിന്റെ മുൻ ഭാര്യയുണ്ട്, യാമിനി തങ്കച്ചൻ. അവരെ അതിക്രൂരമായി മർദ്ദിച്ചതിന്റെ ദേഹോപദ്രവം ഏൽപ്പിച്ചതുകൊണ്ടാണ് യാമിനി തങ്കച്ചൻ വിവാഹ ബന്ധം അവസാനിപ്പിച്ചു പോയത്. യാമിനി തങ്കച്ചി വിവാഹ ബന്ധം അവസാനിപ്പിച്ചു പോയത്. ആ യാമിനി തങ്കച്ചി വിവാഹ ബന്ധം അവസാനിപ്പിച്ചു പോയപ്പോ നമുക്ക് ഗണേഷ് കുമാറുമായിട്ടാണ് ഇദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവിനെ, മഹാത്മാഗാന്ധിയെ, ലോകം ആദരിക്കുന്ന മഹാത്മാഗാന്ധിയെ താരതമ്യം ചെയ്തിരിക്കുന്നത്. അതിലൂടെ രാഷ്ട്രപിതാവിനെയും ഈ രാജ്യത്തെയും അദ്ദേഹം പൊതുമധ്യത്തിൽ വെറുപ്പുണ്ടാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് എന്താ? അദ്ദേഹം പറഞ്ഞു 112 വിളിക്കുന്ന ആളുകൾക്ക് സ്ത്രീകൾക്ക് വട്ടാണെന്ന്. ദുരിതം അനുഭവിക്കുമ്പോൾ, പ്രയാസം അനുഭവിക്കുമ്പോൾ പോലീസിനെ വിവരം അറിയിച്ച് സഹായം അഭ്യർത്ഥിക്കുന്ന സ്ത്രീകൾക്ക് വട്ടാണെന്ന് പറയുന്നത് ആരാ? ഒരു കേരളത്തിന്റെ മന്ത്രിയാ. ആ മന്ത്രി ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ഈ സ്ത്രീകളെ ഒന്നടങ്കം അധിക്ഷേപിച്ചിരിക്കുകയാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ലംഘനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BNS പ്രകാരം 356 സെക്ഷൻ പ്രകാരവും BNS പ്രകാരം സെക്ഷൻ 74 പ്രകാരവും കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഞാൻ ഇന്നത്തെ പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ മേലിൽ നടപടി ഉണ്ടാവുന്നു. ഞാൻ സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ടു. നടപടി എടുക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ പാർട്ടി കോൺഗ്രസ് പ്രസ്ഥാനം പുറത്താക്കിയ ഒരു MLA ഉണ്ട്. ആ MLAക്ക് ഒരു പരാതി ലഭിച്ചത് എങ്ങനെയാ?
ഇമെയിൽ മുഖേന പരാതി ലഭിക്കുന്നു, വാട്സപ്പ് മുഖേന സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്നു, FIR രജിസ്റ്റർ ചെയ്യുന്നു, ആ MLA രാത്രി റൂമിൽ വന്ന് അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡിലാണ്. അപ്പൊ ഞാൻ നൽകിയ പരാതിയിൽ നടപടി എടുക്കണ്ടേ? നിർബന്ധമായി നടപടി എടുത്തല്ലേ മതിയാവും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.